ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ദിനങ്ങളിൽ ജില്ലയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തി കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ജില്ലയിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. നമസ്കാരം, ഞാൻ തൃശൂർ ജില്ലാ കളക്ടറും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ശിഖ സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നമ്മുടെ ഈ ജനാധിപത്യ ഉത്സവം പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. മാലിന്യമുക്ത തെരഞ്ഞെടുപ്പിനായി നമുക്ക് ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. പ്ലാസ്റ്റിക്, PVC, പോളിസ്റ്റർ, നൈലോൺ, കൊറിയൻ ക്ലോത്ത് എന്നിവയുടെ ഉപയോഗം നമുക്ക് പ്രചാരണ വേളയിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. 100% കോട്ടൺ തുണി അല്ലെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ച റീസൈക്കിൾ ചെയ്യാവുന്ന പോളിയെത്തിലീൻ ഉപയോഗിക്കാവുന്നതാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്ററുകളിലും റീസൈക്കിൾ ലോഗോ നിർബന്ധമായും പതിപ്പിച്ചിരിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള കൊടിതോരണങ്ങൾ, അലങ്കാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. പേപ്പർ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊടിതോരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡിസ്പോസിബിൾ സാമഗ്രികളിൽ നിന്നും നമ്മളുടെ യോഗങ്ങളും റാലികളും മുക്തമായിരിക്കണം. കൺവെൻഷനിലും റോഡ് ഷോകളിലും പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ എന്നിവ ഒഴിവാക്കുക. തിരഞ്ഞെടുപ്പ് ഓഫീസുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. മാലിന്യം തരം തിരിക്കുക, അതായത് ജൈവം, അജൈവം എന്നിങ്ങനെ ശേഖരിച്ച പാഴ്വസ്തുക്കൾ യൂസർ ഫീ നൽകി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറേണ്ടതാണ്. മാലിന്യം തരം തിരിച്ച് നിക്ഷേപിക്കുന്ന ബിന്നുകൾ പോളിംഗ് സ്റ്റേഷനുകളിലും ഉണ്ടാകണം. വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള പരസ്യ പ്രചരണം അവസാനിക്കുന്ന ഏപ്രിൽ 7 വൈകിട്ട് 6 മണി മുതൽ വോട്ടെടുപ്പ് സമാപിക്കുന്ന ഏപ്രിൽ 9 വരെ ജില്ലയിൽ മദ്യത്തിന് കർശന നിരോധനമായിരിക്കും. കൂടാതെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്ന മെയ് 4 തീയതിയും ജില്ലയിൽ ലഹരി വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നിശ്ചിത ദിവസങ്ങളിൽ ജില്ലയിലെ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലോ മറ്റു പൊതുസ്ഥലങ്ങളിലോ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയോ വിതരണമോ സംഭരണമോ നടത്തുന്നത് കുറ്റകരമാണ്. മദ്യഷാപ്പുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്ലബ്ബുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഈ നിരോധനം ഒരുപോലെ ബാധകമായിരിക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. സമാധാനപരമായ പോളിംഗ് ഉറപ്പാക്കാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് CCV.